എൻ്റെ പേര് രാജു. എൻ്റെ വൈഫാണ് ജോയമ്മ. എൻ്റെ വീട് കുമ്പനാടാണ്. ജോയമ്മയുടെ വീട് കീക്കൊഴൂരാണ്. ഞങ്ങൾ നോർത്ത് ഷോറിലാണ് താമസിക്കുന്നത്. ഞാൻ മിക്കവാറും ഒക്കെ നാട്ടിലൊക്കെ പോകാറുണ്ട്. റിട്ടയർഡായി. നാടും ഇവിടെയായിട്ടൊക്കെയാണ് താമസിക്കുന്നത്. എൻ്റെ അപ്പച്ചന് ഇപ്പം 102 വയസ്സുണ്ട്. ദൈവകൃപയാൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ പോകും. 2-3 പ്രാവശ്യമൊക്കെ ഒരു വർഷം പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ നോക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉദ്യോഗം ജീവിതം ഒന്ന് പറയാം, പഴയ കാലത്തെ കാര്യങ്ങൾ. അപ്പച്ചൻ ഒരു മിലിറ്ററിക്കാരനായിരുന്നു. 20 വർഷം അപ്പച്ചനെ ജോലി ചെയ്തു. നാട്ടിൽ വന്ന് പിന്നെ നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്തു. എന്നാൽ അതുകൊണ്ട് ഇപ്പം 20 വർഷം പെൻഷൻ വാങ്ങിച്ചു. ദൈവകൃപയാൽ 100 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ പെൻഷൻ ഡബിളാക്കി. അപ്പോൾ 2 വർഷമായിട്ട് നല്ല പെൻഷനൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ദൈവകൃപ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ബേസിക്കലി ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ. സഹോദരന്മാരോ ആരെങ്കിലും ഇപ്പോഴും? അവര് 2 പേരുണ്ടായിരുന്നു. 2 സിസ്റ്റേഴ്സും 2 ബ്രദറുമാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ മരിച്ചുപോയി. അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ ഞങ്ങളുടെ പുഴിക്കാലയിലെയാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ദേശത്തിലോ എല്ലാം പിന്നെ അറിയാമല്ലോ, ക്രിസ്തോസ് തിരുമേനിക്ക് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ ഇങ്ങനെ സുഖമായിട്ടൊക്കെ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ കഥകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഒരു കാര്യം എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകണം. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. എന്റെ വീട് കീക്കഴൂര് ഇലഞ്ഞിക്കലയാണ്. എന്റെ ബ്രദറാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം. 2 months കൂടെ പുള്ളി പ്രസിഡന്റായിട്ട് നിൽക്കുന്നു. പിന്നെ ഞാൻ കുമ്പനാട് പഠിച്ച മർത്തോക്കല്ല. ഡിഗ്രിക്ക് പഠിച്ചു. പ്രീ ഡിഗ്രിക്കാണെങ്കിൽ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അതെ അച്ചക്കുന്നോട്ട്. അതെ. ഞാൻ റാന്നി കോളേജിലും കോഴഞ്ചേരിലുമായിട്ടാണ് പഠിച്ചത്. MCom വരെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. മക്കൾ 2 പേരുണ്ട്. 2 പേരും വിവാഹമൊക്കെ കഴിഞ്ഞു. ജോലിയുണ്ട് എല്ലാവർക്കും. കൊച്ചുമക്കളും ഉണ്ട്. 3 കൊച്ചുമക്കളുണ്ട്. ഓക്കെ. ദൈവകൃപയെല്ലാം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങള് ട്രിനിറ്റി മാർത്തോമ ചർച്ചിലാണ് പോകുന്നത്. ശരി എന്നാല്. താങ്ക് യു. ഓക്കെ എന്നാല്. തിരക്കടി പിടിച്ച സമയത്തും തന്നെ താങ്ക് യു.